ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 ശമൂവേൽ അധ്യായം 7 29 തിരുവചനം. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം അധ്യായം 7 29 തിരുവചനം. ആകയാൽ അടിയൻ്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 ശമൂവേൽ 7-ാം അധ്യായം അവസാന തിരുവചനത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഒരു തിരുവചനമാണ് നാം കേൾക്കുവാനിടയായത്. ദൈവം ദാവീദിൻ്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി അവന് ചുറ്റും വിശ്രമം അഥവാ സ്വസ്ഥത നൽകിയതിനു ശേഷം തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ചിന്ത അന്ന് അവിടെ പ്രവാചക ശുശ്രൂഷ നിർവഹിക്കുന്ന നാഥാനോട് പറയുകയാണ്, ഞാനിപ്പോൾ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് ഒരാലയമില്ല, അഥവാ ദൈവത്തെ ആരാധിക്കുവാൻ ഒരാലയമില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും സൂക്ഷിക്കുവാൻ ഒരു യാഗപീഠമില്ല. അതുകൊണ്ടൊരു യാഗപീഠം അഥവാ ഒരു ദൈവാലയം, ഒരു പ്രാർത്ഥനാലയം പണിയുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പ്രവാചകനോട് പറയുക. പ്രവാചകൻ നിൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്നും പറയുന്നുണ്ട്. ശേഷം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നീണ്ട പ്രാർത്ഥനയാണ് 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിൽ നാം വായിച്ചു കേട്ട അവസാന വചനത്തിൽ ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ദാവീദിനുണ്ടായി. നമുക്കറിയാം, അനേകവിധമായ കഷ്ട നഷ്ട ശോധനകൾ, അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ, മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, അതുപോലെ മറ്റു കൂട്ടു സഹോദരങ്ങളാൽ, ശത്രുക്കളാൽ, ശത്രു രാജ്യങ്ങളാൽ, ശത്രു രാജാക്കന്മാർ, സ്വന്തം കുടുംബത്തിലെ മക്കൾ പോലും, പ്രിയപ്പെട്ടവർ പോലും അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ശപിക്കുകയും കൊല്ലുകയും ചെയ്യുവാനായിട്ട് പരിശ്രമിച്ച സന്ദർഭങ്ങൾ ദാവീദിനുണ്ടായിരുന്നു. എന്നാൽ 2 ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വിധ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം ദൈവം അവന് വിടുതൽ കൊടുക്കുകയാണ്, വിശ്രമം കൊടുക്കുകയാണ്, സ്വസ്ഥത കൊടുക്കുകയാണ്. ആരെയും ഭയപ്പെടുവാനില്ല എന്നുള്ള ആ ഒരു നിർഭയ അവസ്ഥ ദൈവം അവന് നൽകുകയാണ്. ആ സമയത്താണ് ഒരു ദൈവാലയം നിർമ്മിക്കുവാൻ, ഒരു യാഗപീഠം പണിയുവാൻ അവൻ തീരുമാനിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം സ്വസ്ഥത നൽകുമ്പോൾ, ആശ്വാസം നൽകുമ്പോൾ, വിശ്രമം നൽകുമ്പോൾ, നമ്മുടെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കാതെ, നമ്മെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, നമുക്ക് ജീവനും സമാധാനവും നൽകുമ്പോൾ ദാവീദിനെ പോലെ ഒരാഗ്രഹം
നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു പോകുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും നമുക്ക് കഴിയട്ടെ. ആമേൻ.